ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PM കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക. രാജ്യത്തെ കർഷകരെ സാമ്പത്തികമായി സഹായിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് PM കിസാൻ സമ്മാൻ നിധി. കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ സഹായമായ PM കിസാൻ ഇപ്പോൾ 5 വർഷങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. 2019 ഫെബ്രുവരി 5-നാണ് PM കിസാൻ പദ്ധതി ആരംഭിച്ചത്. ഇതുവരെ ഓരോ കർഷകരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരു വർഷം 6000 രൂപ, 4 മാസത്തിൽ 3 തവണകളിലായി 2000 രൂപ വീതമാണ് PM കിസാൻ പദ്ധതിയിലൂടെ ലഭിക്കുന്നത്. ഇപ്പോൾ 15 ഗഡുക്കളിലൂടെ 30,000 രൂപ കേന്ദ്ര സർക്കാർ കർഷകർക്ക് ഈ പദ്ധതിയിലൂടെ നൽകി കഴിഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ DBT സംവിധാനത്തിലൂടെ കേന്ദ്ര ഫണ്ട് വിതരണം ചെയ്യുന്ന ജനക്ഷേമ പദ്ധതിയാണ് ഇത്. കേരളത്തിൽ 30 ലക്ഷത്തോളം കർഷകർക്കാണ് PM കിസാനിലൂടെ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 16ാമത്തെ ഗഡുവിനായാണ് PM കിസാൻ ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്നത്. ആധാർ അധിഷ്ഠിതമായ വിതരണ രീതിയായതിനാൽ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് PM കിസാന്റെ 16ാം ഗഡു വിതരണം ചെയ്യാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുകയാണ്. ഫെബ്രുവരി 21-ാം തീയതിക്ക് ശേഷമായിരിക്കും PM കിസാന്റെ 16ാം ഗഡുവായ 2000 രൂപയുടെ വിതരണം നടക്കുന്നത്. കാരണം ഈ മാസം 21-ാം തീയതി വരെ ആനുകൂല്യം മുടങ്ങിയ 75 ലക്ഷത്തോളം കർഷകർക്ക് ഇത് തിരുത്തുന്നതിന് വേണ്ടിയുള്ള അവസരമായി നീട്ടി നൽകിയിരിക്കുകയാണ്. ആനുകൂല്യം മുടങ്ങിയവർ എത്രയും വേഗം അടുത്തുള്ള കോമൺ സർവീസ് സെന്ററുകൾ വഴി EKYC പൂർത്തിയാക്കുന്നതിന് കേന്ദ്ര സർക്കാർ സമയം നൽകിയിട്ടുണ്ട്. CSCകൾ കൂടുതൽ മുൻകൈയെടുത്ത് കർഷകരെ നിർബന്ധിച്ച് EKYC നടത്തി കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള CSCകൾക്ക് സമ്മാനം ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ PM കിസാൻ 5ാം വർഷം പൂർത്തിയാക്കുന്ന ഈ അവസരത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അർഹതയുള്ള കർഷകർക്ക് ആനുകൂല്യം മുടങ്ങിയാൽ അത് വീണ്ടും ലഭിക്കുവാനാണ് ഇത്തരത്തിലുള്ള സമ്മാനങ്ങൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. EKYC, ലാൻഡ് സീഡിംഗ് പോലുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിനും ബാങ്ക് അക്കൗണ്ടിൽ പിഴവുകളുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴി ഒരു പോസ്റ്റൽ അക്കൗണ്ട് എടുക്കുന്നതിനുമുള്ള സംവിധാനങ്ങൾ കേന്ദ്ര സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. ഫെബ്രുവരി 21-ാം തീയതിയോടെ ഈ സംവിധാനം അവസാനിക്കും. അതിനുശേഷമാണ് 16ാം ഗഡു വിതരണം ഉണ്ടാവുക. ആനുകൂല്യം ഏതെങ്കിലും കാരണത്താൽ മുടങ്ങിയവർക്ക് 4000 രൂപ വരെ ഒരുമിച്ച് അക്കൗണ്ടിലേക്ക് നൽകുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അതിനാൽ പിഴവുകളെല്ലാം വേഗത്തിൽ തിരുത്തുക. ആനുകൂല്യം മുടങ്ങിയവർക്ക് തിരുത്തലുകൾക്ക് ശേഷം ഗഡുതുക ഒരുമിച്ച് ലഭിക്കാനും സാധ്യതയുണ്ട്. നിലവിൽ EKYC പൂർത്തിയാക്കാത്തവരും ബാങ്ക് അക്കൗണ്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള പിഴവുകൾ ഉള്ളവർക്കുമൊക്കെ എത്രയും വേഗം തന്നെ EKYC പൂർത്തിയാക്കുകയും പോസ്റ്റൽ അക്കൗണ്ട് എടുക്കുകയും ചെയ്യുക. എന്നാൽ മാത്രമേ ഇതുവരെ മുടങ്ങിയ തുകയും ഇനി ലഭിക്കുവാനുള്ള 16ാം ഗഡുവും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. തിരുത്തലുകൾക്ക് ഫെബ്രുവരി 21-ാം തീയതി വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 21-ന് ശേഷമായിരിക്കും PM കിസാന്റെ 16ാം ഗഡു വിതരണം ഉണ്ടാവുക. ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.